ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കൽത്തപ്പ റെസിപ്പിയാണ്. ഇതിൻ്റെ ഫസ്റ്റ് വോയിസ് ഓവറാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ആക്കട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നല്ല സോഫ്റ്റും ഈസിയും പിന്നെ നല്ല ടേസ്റ്റും ആയ ഒരു കൽത്തപ്പാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പം ഞാനിതാ രാവിലെ സോക്ക് ചെയ്ത് വെച്ച നമ്മളെ പച്ചരിയാണ്. ഞാനൊരു കപ്പ് പച്ചരി ആട്ടോ സോക്ക് ചെയ്ത് വെച്ചാൽ ഞാനിത് ഈവനിങ്ങിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മോർണിംഗിലാണ് ഞാനിത് സോക്ക് ചെയ്യാൻ വെച്ചത്. ഈ ഒരു കപ്പ് അളവിലാട്ടോ ഞാൻ നമ്മളെ റൈസ് എടുത്തത്. അപ്പം നമ്മൾ മിക്സിൻ്റെ ജാർ എടുത്താണ്ട് അതിൽ റൈസ് ഇട്ടാണ് കുറച്ച് വെള്ളം ഒഴിക്കുക. 2 ഏലക്കയും 1/2 ടീസ്പൂൺ നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും 2 സ്പൂൺ നമ്മൾ ചോറും കൂടെ അതിലിടാം. എനിക്ക് അളവ് അറിയാം, അതുകൊണ്ടാണ് ഞാൻ കയ്യിലെടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല സ്മൂത്താക്കി അടിച്ചിട്ട് ഈ ഒരു രീതിയിലാവണം. കൂടുതൽ വെള്ളം ആവരുത്, പിന്നെ കൂടുതൽ കട്ടിയാവരുത്. ഈ രീതിയിലാവണം കേട്ടോ. അപ്പം നമ്മൾ മാവ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ എടുത്താണ്ട് നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ 3 ശർക്കര ഇട്ട് എടുക്കുന്നത്. ഞാൻ കുറച്ച് മധുരം കൂട്ടാൻ വേണ്ടി 2 ചെറിയ ശർക്കരയും കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് നമ്മളൊരു മെൽറ്റാക്കി എടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ ചൂടാക്കി നമ്മളെ ശർക്കര പാനി ഉണ്ടല്ലോ അത് ചൂടോട് കൂടി തന്നെ നമ്മൾ മാവിലേക്ക് ഒഴിക്കണം. ഒഴിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഇളക്കും വേണം കേട്ടോ. നന്നായി ഇളക്കണം. മാവ് വെന്ത് പോവാതിരിക്കാനാണ് ഇത് ശ്രദ്ധിക്കാൻ പറയണത്. ശർക്കരപ്പാനിയും മാവും നന്നായി മിക്സ് ആക്കണം. ഈ ഒരു പരുവത്തിലാവണം. അടുത്തതെന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ്. 1/4 ടീസ്പൂൺ നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. കുക്കറിലേക്ക് ഒഴിക്കണ കുറച്ച് മുന്നേ ഇത് ആഡ് ചെയ്താൽ മതി. അടുത്തത് ചെറിയ ഉള്ളി 4-5 ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും കട്ട് ചെയ്തതാണ്. ഇതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ആഡ് ചെയ്തോ. സ്റ്റവ് ഒന്ന് ഓണാക്കിയാണ് കുക്കർ വെക്കുക. കുക്കർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഞാനിവിടെ ഓയിലാണ് വയ്ക്കുന്നത്. നിങ്ങൾ കയ്യിൽ നെയ്യോ ഓയിലോ എന്തായാലും അത് യൂസ് ചെയ്തോ. ഞാനിവിടെ ഓയിലാണ് എടുത്തത്. ഓയിൽ ചൂടായി വരുമ്പോഴത്തേനും തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും ഇട്ടാണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ രണ്ടും ഒരുമിച്ചല്ല കേട്ടോ എടുക്കുന്നത്, രണ്ടും വേറെ വേറെ ആക്കിയിട്ടാണ് വേവിക്കുന്നത്. മാറ്റി വെച്ച നമ്മളെ മാവുണ്ടല്ലോ അത് കുക്കറിലേക്ക് ഒഴിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മാവ് കുക്കറിലേക്ക് ഒഴിക്കുക. ഒഴിച്ച ശേഷം നമ്മൾ വേവിച്ച് വെച്ച തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ കുക്കറൊന്ന് ക്ലോസ് ആക്കിയിട്ട് അതിൻ്റെ മേലെയുള്ള വെയിറ്റ് ഒന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചാൽ മതി. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഒരു ബബിൾസൊക്കെ വരാൻ തുടങ്ങും. അത് കഴിഞ്ഞൊന്ന് ഓപ്പൺ ആക്കിയാൽ നമ്മൾ കൽത്തപ്പ റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ ഫ്ലെയിമിൻ്റെ കാര്യം നല്ലധികം ശ്രദ്ധിക്കണം. ഒഴിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഒഴിച്ച് കഴിഞ്ഞ ശേഷം കുക്കർ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ കൽത്തപ്പ റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റും സോഫ്റ്റും ആയൊരു കൽത്തപ്പ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ആക്കട്ടോ.